ഹലോ ഗൈസ്, ഇന്നലെ രാത്രി ഇരുന്നിട്ട് ജലദോഷം പിടിച്ച് സ്കൂൾ സമയത്ത് ഇരുന്നിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ജേസ് ഹോബീസ്. നാട്ടിൽ പോക്ക് പാക്കിംഗ് പാർട്ട് 4-ൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ. ഇന്നലെ രാത്രി ആ ഒരു പെട്ടി പാക്ക് ചെയ്ത് നമ്മൾ അത്യാവശ്യമായിട്ട് ഞാൻ വെയിറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്തു. അറൗണ്ട് 17 എടുത്താൽ മതി, 23 കയറ്റാൽ മതി. അല്ലാതെ ഇനി സാധനങ്ങൾ കയറ്റാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. എങ്ങനെയാണ് ജസ്റ്റ് കയറ്റണം മാക്സിമം പറ്റുന്ന തരാം. പിന്നെ മറ്റേ പച്ചപ്പട്ടിയൊക്കെ ഓൾറെഡി 17 ആയി, പക്ഷേ അതിൻ്റെ സ്ഥലമുണ്ട്. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് അടിക്കായിരുന്നില്ല, പിന്നെ അതും കൂടെ കുറച്ചുകൂടി ചെയ്തിട്ട് പിന്നെ ഞാൻ കിടന്നത്. പിന്നെ ഇപ്പോൾ ബാക്കി സാധനങ്ങൾ നമുക്ക് ഇന്ന് പാക്ക് ചെയ്യാം ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് പാക്ക് ചെയ്യാനുള്ളത് ഇത് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട്. അതവിടെ കയറ്റുന്നില്ല. പിന്നെ ഇത് മമ്മിക്കും അവൾക്കുള്ള ബാഗ് കാര്യങ്ങൾ, പിന്നെ പെർഫ്യൂംസിൻ്റെ അകത്തിരിക്കും നമ്മളെ നട്ട് ബോക്സിൽ പെർഫ്യൂംസും ഉണ്ട്. അത്ര സാധനങ്ങളാണ് ഇനി കയറ്റാനുള്ളത്. ബട്ട് എനിക്കറിയില്ല, എനിക്ക് ഷൂസ് കയറ്റണം, അത് കഴുകണം ആദ്യമേ. അത് എവിടെ സ്ഥലം ഒപ്പിക്കാം. പിന്നെ കുറച്ച് ഡ്രസ്സും കൂടെ മീൻസ് അത് ഇപ്പം ഞാൻ കയറ്റിയ ഡ്രസ്സെല്ലാം പുറത്തിരുന്ന ഡ്രസ്സ്, വീട്ടിൽ കൂടെ ഡ്രസ്സും കൂടെ കുറച്ച് എടുക്കണമല്ലോ, കാരണം ചെല്ലുന്ന 2 ദിവസം ഇട്ടണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെന്നിട്ട് പിന്നെ മേടിക്കാം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പാക്കിങ് അറിയാതെ കഴിയുന്ന പോലെയാണ്. പിന്നെ ഒന്നൂടെ ചെക്ക് ചെയ്യണം, റീചെക്ക് ചെയ്യണം, എല്ലാം മിസ്സായി പോയെന്നുള്ളത് നോക്കണം. ഞാനിത് ജസ്റ്റ് ഇവിടെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കിയായിരുന്നു. ചോക്ലേറ്റ്സ് ഒന്ന് അടുക്കി വെച്ചായിരുന്നു. പിന്നെ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യം സാധനങ്ങളായിരുന്നു. പണ്ടതിന് സ്പേസ് ഉണ്ട്, സോ അവിടെയും സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. ഈ പെട്ടിക്കാൻ സ്ഥലമുണ്ട്, കുഴപ്പമില്ല. മറ്റേ പെട്ടിക്കാൻ നമ്മുടെ മറ്റേ ആ ഒരു വലിയ ബോക്സ് വെച്ചിട്ട് അത്രയും സ്പേസ് പോയി. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും മാറ്റാം. കാരണം ഫോർമൽസ് ഒന്നും എല്ലാം നാട്ടിൽ കൊണ്ടേണ്ട ആവശ്യമൊന്നും കൊണ്ടിട്ടും കാര്യമില്ല. പിന്നെ എന്താ ഇരിക്കുന്നതാണ് പറ്റുന്നേ ഉള്ളൂ. മാറ്റേണ്ട പിന്നെ മാറ്റണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട്. സോ ദിസ് ഈസ് ഇതെൻ്റെ ചേച്ചിക്കുള്ള ബാഗ്, ഇത് മമ്മിക്കുള്ള ബാഗ്. ടാഗെല്ലാം പൊട്ടിച്ചിട്ട് എന്താ ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ അകത്തും കുറച്ച് ചോക്ലേറ്റ്സ് കയറ്റി നമ്മുടെ കപ്പിൻ്റെ അതൊക്കെ ചോക്ലേറ്റ്സ് വെച്ചോളൂ. ഞാൻ മറ്റേ കപ്സിറ്റൊക്കെ ചോക്ലേറ്റ് കയറ്റി വെച്ചായിരുന്നു കുറച്ചൊക്കെ. അതുപോലെ ഇതിൻ്റെ അകത്തും കുറച്ച് സാധനങ്ങൾ കയറ്റി വെക്കാമെന്ന് പറഞ്ഞത്. ചെടി പറ്റാൻ എത്തിക്കണം. പൈസ ഇതുപോലെ തന്നെ ഞാൻ ഈ ബാഗ് കൂടെ സെറ്റാക്കിയിട്ട് അതുകൊണ്ട് വെക്കട്ടെ. പിന്നെ നമുക്ക് വരുന്ന പെർഫ്യൂം കൂടെ ഉള്ളു വരുന്നുള്ളൂ കയറ്റി വെക്കാൻ. അത് ബബിൾ ഡ്രോപ്പ് തയ്യാറ് നോക്കണം, മാക്സിമം മരുന്നറം ഉറക്കണം. പിന്നെ പുതിയ മേടിച്ചിട്ട് അത് സെറ്റാക്കണം. അപ്പം അതൊക്കെ വെച്ചിട്ട് വരാം ഗൈസ്. നമ്മളത് പെട്ടി അത് വെച്ചു, കാര്യങ്ങളൊക്കെ വെച്ചു, ബാഗ് വെച്ചു, കുറച്ച് സാധനങ്ങൾ വെച്ചു, ചോക്ലേറ്റ്സ് എല്ലാം വെച്ചു. ഇനി വെക്കാനുള്ള ഇനിയിപ്പോൾ പെർഫ്യൂം കൂടെ വെക്കാൻ ഉള്ളൂ. പിന്നെ ഷൂസ് ഉണ്ട്, അതിവിടെ എവിടെയും വെക്കണം. പിന്നെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റണം, അപ്പുറത്തോട്ട് മാറ്റണം, ഇപ്പുറത്തോട്ട് മാറ്റണം നോക്കണം. കുറച്ച് ഡ്രസ്സ് വേണം അങ്ങോട്ട് മാറ്റാം. കുറച്ചെടുത്ത് മാറ്റി, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി ഇവിടെ തന്നെ വെച്ചിട്ട് പോകാം ആവശ്യമില്ലാത്തതൊക്കെ. ഇതിപ്പോൾ എല്ലാം കൂടെ കയറ്റി വെച്ചൊക്കെ, കാരണം മാക്സിമം ഇവിടെ വെച്ചിട്ട് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൂടിയപ്പോഴത്തേക്കും അത് മാറ്റേണ്ടി വരും. ഇപ്പം ഞാനൊരു 2 കിലോ 3 കിലോ എടുത്ത്, 3 അല്ല 4 കിലോ എടുത്ത് സാധനം വെച്ചിട്ടാണ് മിക്കാറ്. 27 കാണും, 23 ഇച്ചിരി കയറിപ്പോയാലും കുഴപ്പമില്ലായിരുന്നു. 25 ആവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇല്ലെങ്കിൽ അത്ര പെർഫ്യൂം റാപ്പ് ചെയ്ത് 2-3 കയറ്റാം. ഒരു പെർഫ്യൂം ഞാൻ ക്യാബിന് കയറ്റുക, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റാൻ പോകും. അയ്യോ മടുത്ത്, ഒന്നത് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് മടുക്കും. വരാം ഗൈസ്.
ഞാൻ പെർഫ്യൂം എല്ലാം റാപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പം ഓക്കെയാണ്. 19.5 കിലോ ആയതേ ഉള്ളൂ. സോ ഇനിയും 3-4 കിലോ കയറുന്നുണ്ട് ഫിഷ് ചെയ്ത്. അപ്പം ഞാൻ ഓർത്ത് പെർഫ്യൂമും കൂടെ കയറ്റി വെച്ചേക്കാമെന്ന് ഓർത്ത്. ഞാൻ ഒരു പെർഫ്യൂം ഒഴിച്ച് ഇത് മാത്രം ക്യാബിന് കയറ്റാൻ വെച്ചു. ബാക്കിയെല്ലാം പൊടിഞ്ഞ് എൻ്റെ അത് കയറ്റാൻ പോകും. ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നു. തുറന്നിട്ടാൽ ഭയങ്കരമായിട്ട് തണുക്കുകയും ചെയ്യും. വീട്ടിലാരുമില്ല അത് ഉറക്കാൻ സംസാരിക്കുന്നത്. എനിക്ക് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ വീഴും. അതാണ് ഞാൻ വീഡിയോ ഇടാൻ കണ്ടന്റ് ഉണ്ടെങ്കിലും ഇടാതിരിക്കുന്നത്. പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ ഭയങ്കര ഇതാണ്. ബിക്കോസ് ഐ എം ആൻ ഇൻട്രോവേർട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും വൈ ഞാൻ ഇങ്ങനെ മിണ്ടെന്ന് തോന്നുന്നു. കാരണം നിങ്ങളാരും ഞാൻ കാണുന്നില്ല. സംസാരിക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇത് വീഡിയോ കണ്ടാൽ എനിക്ക് അന്നേരം ഇത് കൊള്ളുമോ അതോ ഇതെന്നൊക്കെ ഓർക്കും ഞാൻ. ബട്ട് അങ്ങനെ പല വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്യുന്ന നേരത്ത് കുറേ ഭാഗങ്ങൾ കട്ട് കളഞ്ഞു. ഞാൻ കുറേ പറയും. എന്നിട്ട് ഈ ഇത് ആൾക്കാർ കണ്ടാൽ എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും വിചാരിക്കും. ഫുള്ള് കട്ട് ചെയ്ത് എന്നിട്ട് അങ്ങനെ. പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കട്ട് ചെയ്ത് ശരിയാകത്തില്ല. ഐ വാണ്ട് ടു എക്സ്പ്രസ് മൈസെൽഫ്. അങ്ങനെ പെർഫ്യൂമോടെ വെച്ചിട്ട് അതിൻ്റെ പാക്കിങ് തീർക്കുവാണ്. പാക്കിങ് കഴിഞ്ഞ പോലെയാണ്. പെർഫ്യൂം വെച്ച് കഴിഞ്ഞു. പിന്നെ കുഞ്ഞു നാൾ അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് ഈ വീട്ടിൽ നിന്ന് ഡ്രസ്സുകൾ അലക്കിയിട്ടൊക്കെ മടക്കിയിട്ട് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പാക്കിങ് കഴിഞ്ഞു. അപ്പം ഞാൻ പെർഫ്യൂം കൂടെ വെക്കട്ടെ. ദിസ് ഈസ് മൈ ബഡീസ്, എൻ്റെ ചങ്കുകൾ, ഉടപ്പിറപ്പുകളെ പോലെയുള്ള എൻ്റെ ചങ്കുകൾ. അമ്മയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇല്ല 3 മടങ്ങുള്ളൂ. ഒക്കെ 2-ാമത്തെ കയറ്റ നീലപ്പെട്ടിക്കത്തേറ്റ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അതേ വെച്ച് അത് ഇത് കട്ട് ചെയ്ത് തന്നെ വെച്ചോളുന്ന സാധനങ്ങൾ മടുത്തത് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ 10 ദിവസം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ പറ്റുവാണെങ്കിലോ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ, ഇഷ്യൂസ് എല്ലാം സോൾവ് ആവുകയാണെങ്കിൽ, ഖത്തർ എയർവേസ് മീൻസ് ആ ദോഹ എയർപോർട്ടൊക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അന്ന് ഞാൻ പോകും. പോകാൻ നേരത്തെ വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ എന്നാണോ പോകുന്നത് അന്ന് ഞാൻ വീഡിയോ എടുക്കാം. എന്തായാലും ഞാൻ പോകും, പോകാണ്ടിരിക്കില്ല, പോകണം. ചേച്ചിയുടെ കല്യാണമാണ്, മിസ്സാക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ സീ യു ആഫ്റ്റർ 10 days. ശരി എന്നാ.